റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യയിലേക്കുള്ള ഓയിൽ ഇറക്കുമതി ഇപ്പോൾ 3 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഇപ്പോൾ മാറാൻ വേണ്ടിയിട്ട് പോകുന്നു. മുൻപത്തെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കെപ്ലർ ഡാറ്റ പ്രകാരം ഏകദേശം 18,70,000 മില്യൺ ബാരൽസാണ് ഒരു ദിനം ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് റഷ്യയിൽ നിന്ന്. നിലവിൽ ഇപ്പോൾ അതിനൊരു കുറവുണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നു. ഏകദേശം 6 ലക്ഷം മുതൽ 6.5 ലക്ഷം ബാരൽ പെർ ഡേയുടെ ഒരു എക്സ്പോർട്ട് മാത്രമാണ്, ഒരു ഇമ്പോർട്ട് മാത്രമാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുക എന്നൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ റഷ്യൻ കമ്പനികളായിട്ടുള്ള റോസ്നെഫ്റ്റിനും ലുക്കോയിലിനും എതിരെ US ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും UK ആണെങ്കിലും ഒക്കെ തന്നെ വളരെ ടൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് നിലവിലിപ്പോൾ കടന്നിട്ടുണ്ട്. അതിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രസ്താവന പരിശോധിക്കുകയാണെങ്കിൽ ജാനുവരി 21 മുതൽ അവരിപ്പോൾ റഷ്യൻ ക്രൂഡ് ബാൻ ചെയ്യും. അതായത് റഷ്യൻ റിഫൈനറികളിൽ നിന്ന് റിഫൈൻ ചെയ്തിരിക്കുന്ന ക്രൂഡൊക്കെ തന്നെ ബാൻ ചെയ്യും എന്നൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നിലവിലിപ്പോൾ അവർ പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനെ നിലവിലിപ്പോൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ ബാങ്കുകളുമൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ തന്നെയാണ് ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇതിനോടുള്ള ഇന്ത്യൻ കമ്പനികളുടെ ഒരു പ്രതികരണം പരിശോധിക്കുകയാണെങ്കിൽ മാംഗ്ലൂർ റിഫൈനറി, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, HPCL, മിത്തൽ എനർജി എന്നീ പറയുന്ന കമ്പനികളൊക്കെ തന്നെ നിലവിലിപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ പർച്ചേസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ പോസ് ചെയ്തിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റാണ് കമ്പനികളുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും BPCLും പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ റഷ്യയിൽ നിന്ന് അവരിപ്പോൾ ഓയിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ റഷ്യയിൽ നിന്ന് സാങ്ഷൻ ലഭിക്കാത്ത സപ്ലയറുകളിൽ നിന്ന് മാത്രമാണ് നിലവിലിപ്പോൾ IOC ആണെങ്കിലും BPCLും ആണെങ്കിലും ഓയിൽ വാങ്ങുന്നത് എന്നൊരു അപ്ഡേറ്റാണ് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. റിലയൻസിലേക്കും മറ്റുമൊക്കെ കടക്കുകയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ റോസ്നെഫ്റ്റൊക്കെ ആയിട്ട് റിലയൻസിന് ഒരു 10 വർഷത്തെ കരാറൊക്കെ ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുൻപേ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഓയിൽ റിലയൻസിന് വാങ്ങിയേ തീരൂ. ആ ഒരു എമൗണ്ട് മാത്രമാണ് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങുന്നത്. എന്നാൽ നയാറ എനർജിയിലേക്ക് കടക്കുകയാണെങ്കിൽ റോസ്നെഫ്റ്റിൻ്റെ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു ഓണർഷിപ്പുള്ള ഒരു കമ്പനിയാണ് നയാറ എനർജി എന്ന് പറയുന്നത്. നയാറ എനർജി ഇപ്പോഴും റഷ്യയിൽ നിന്നുള്ള ഒരു ഓയിൽ വാങ്ങുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.